ശരി, റിയാസിലേക്ക് പോവുകയാണ്. റിയാസ്, കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. 3 മണി മുതൽ 10 മണി വരെയാണ് പൊതുദർശനമെന്നും വിവരങ്ങൾ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ദീപിക, ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം അത് മയ്യത്ത് കുളിപ്പിക്കലിനായി കൊണ്ടുപോയിരിക്കുകയാണ്. അത് MMS വെച്ചാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും. ഇന്ന് രാത്രി 10 മണി വരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കുക. അതിനുശേഷം 10 മണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ അരക്കിണർ ടൗണിനടുത്ത വീട്ടിലായിരിക്കും മൃതദേഹം സൂക്ഷിക്കുക. അവിടെയായിരിക്കും അടുത്ത ബന്ധുക്കൾക്ക് മൃതദേഹം കാണാനുള്ള ഒരു അവസരം ലഭിക്കുക. അത് കഴിഞ്ഞ് നാളെ രാവിലെ 10 മണി വരെ മൃതദേഹം അവിടെ തന്നെ ഉണ്ടാവും. നാളെ രാവിലെ 10 മണിക്കായിരിക്കും കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഈ മൃതദേഹം കബറടക്കുക. നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മാമുക്കോയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിരുന്നത്. സംവിധായകൻ VM വിനു അടക്കമുള്ളവർ ഇവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് MP MK രാഘവൻ, MLA പ്രദീപ് കുമാർ, കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ് തുടങ്ങി നിരവധിയായ ആളുകൾ ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഇവിടെ ഒരു സാധാരണക്കാർ മുതലുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് മാമുക്കോയെ ഒരു നോക്ക് കാണാൻ പറ്റുമോ എന്ന് കരുതി ഇവിടെ കാത്തിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:05 കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മാമുക്കോയുടെ അന്ത്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മലപ്പുറം കാളികാവിലെ ഒരു 7th ഫുട്ബോൾ ടൂർണമെന്റിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചിരുന്നത്. അവസാന നിമിഷം വരെ പൊതുരംഗത്ത് വളരെ സജീവമായിരുന്ന ഒരു നടൻ എന്നതിൽ ഉപരി ഒരു നല്ലൊരു മനുഷ്യൻ കൂടിയായിരുന്നു മാമുക്കോയ എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹം വളരെ സജീവമായി ഇടപെട്ടു. പക്ഷേ അവസാനം ജനങ്ങൾക്കിടയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ച് ആശുപത്രിയിലാവുന്നു. ഒടുവിൽ അദ്ദേഹം ഇന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ദേവിക.